നിങ്ങൾ എപ്പോഴെങ്കിലും പുലർച്ചെ 4:30-ക്ക് അലാം സെറ്റ് ചെയ്തിട്ട് അതടിക്കുമ്പോൾ ഒരു റിഫ്ലെക്സ് പോലെ സ്നൂസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അലാറം നോക്കിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കാമെന്ന് സ്വയം പറഞ്ഞ് വീണ്ടും ഉറങ്ങിയിട്ടുണ്ടോ? എങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വെറും ബോറിംഗ് സ്ലീപ്പ് ടിപ്സല്ല. പകരം വൈകിയുറങ്ങിയാൽ പോലും പുലർച്ചെ കൃത്യസമയത്ത് ഉണരാൻ സഹായിക്കുന്ന 6 പവർഫുൾ സൈക്കോളജിക്കൽ ടെക്നിക്സാണ്. വേക്കിംഗ് അപ്പ് എന്നത് വെറും അച്ചടക്കം മാത്രമല്ല, അത് നമ്മുടെ എൻവയൺമെന്റ്, ബിഹേവിയർ, പിന്നെ ബ്രെയിൻ കെമിസ്ട്രി എന്നിവയെക്കൂടി ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് തുടങ്ങാം. സീക്രട്ട് 1: പ്ലേസ് യുവർ അലാം ഫാർ അവേ. നിങ്ങളുടെ അലാറം നിങ്ങളുടെ തലയിണയ്ക്കടുത്തിരിക്കുമ്പോൾ നിങ്ങൾ ഉണരുകയല്ല ചെയ്യുന്നത്, പകരം കൈയൊന്നു നീട്ടി അത് ഓഫ് ചെയ്യുക മാത്രമാണ്. ഫോൺ മുറിയുടെ മറ്റേതെങ്കിലും മൂലയിലോ ദൂരെയോ വയ്ക്കുക. അത് ഓഫ് ചെയ്യാൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. സ്റ്റാൻഡിംഗ് അപ്പ് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട്. ഒരിക്കൽ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ 40% എവേക്കായി കഴിഞ്ഞു. സീക്രട്ട് 2: ഇമ്മീഡിയറ്റ് ഹൈഡ്രേഷൻ ഷോക്ക്. അലാറം ഓഫ് ചെയ്താലുടൻ ഒരു ഫുൾ ഗ്ലാസ് വെള്ളം കുടിക്കുക. കാരണം മണിക്കൂറുകളോളം ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. വെള്ളം കുടിക്കുന്നത് തലച്ചോറിന് ഉണരാനുള്ള ഇൻസ്റ്റന്റ് സിഗ്നൽ നൽകുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കണ്ണുകൾ കൂടുതൽ വ്യക്തമായി തുറക്കുന്നത് നിങ്ങൾക്കനുഭവിക്കും. സീക്രട്ട് 3: ലൈറ്റ് എക്സ്പോഷർ ഇൻ ഫസ്റ്റ് 30 സെക്കൻഡ്സ്. നമ്മുടെ ശരീരം ഉണരുന്നത് അലാറം ക്ലോക്കുകൾ കൊണ്ടല്ല, മറിച്ച് വെളിച്ചം കൊണ്ടാണ്. ഉണർന്നാലുടൻ ജനൽ തുറക്കുകയോ അല്ലെങ്കിൽ റൂമിലെ ബ്രൈറ്റായ ലൈറ്റുകൾ തെളിക്കുകയോ ചെയ്യുക. വെളിച്ചം കാണുമ്പോൾ തലച്ചോറ് മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തും. ഡാർക്ക്നെസ് നിങ്ങളുടെ തലച്ചോറിനെ വീണ്ടും സ്ലീപ്പ് മോഡിലേക്ക് കൊണ്ടുപോകും. സീക്രട്ട് 4: ഡോണ്ട് ചെക്ക് യുവർ ഫോൺ, ചെക്ക് യുവർ ഗോൾ. ബഹുഭാഗം ആളുകളും ഉണർന്നാലുടൻ നോക്കുന്നത് വാട്സാപ്പ് മെസ്സേജുകളോ സോഷ്യൽ മീഡിയയോ ആണ്. ഇത് നിങ്ങളുടെ ബ്രെയിനിനോട് പറയുന്നത് എന്റർടൈൻമെന്റ് ഫസ്റ്റ്, പേർപ്പസ് ലേറ്റർ എന്നാണ്. ഇതിന് പകരം നിങ്ങളുടെ ലക്ഷ്യം, ഉദാഹരണത്തിന് ജിം, സ്റ്റഡി, വർക്ക് ഓൺ മൈ ഡ്രീം എന്നൊരു സ്റ്റിക്കി നോട്ടിൽ എഴുതി അലാറത്തിനടുത്ത് വയ്ക്കുക. നിങ്ങൾ ഉണരുന്നത് അലാറത്തിനു വേണ്ടിയല്ല, നിങ്ങളുടെ മിഷനു വേണ്ടിയാണ്. സീക്രട്ട് 5: 2-മിനിറ്റ് മോർണിംഗ് റുട്ടീൻ. നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ വളരെ ലളിതമായിരിക്കണം. എഴുന്നേൽക്കുക, വെള്ളം കുടിക്കുക, മുഖം കഴുകുക, 30 സെക്കൻഡ് സ്ട്രെച്ചിംഗ് ചെയ്യുക. ഈ ചെറിയ വിജയങ്ങൾ അഥവാ സ്മോൾ വിൻസ് നിങ്ങളുടെ തലച്ചോറിൽ വലിയ ഊർജ്ജമുണ്ടാക്കും. സീക്രട്ട് 6: നോൺ നെഗോഷ്യബിൾ മോർണിംഗ് മൈൻഡ് സെറ്റ്. ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയ ശീലം. ഞാൻ എന്റെ പ്രഭാതങ്ങളുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുറപ്പിക്കുക. ഇതൊരു ഐഡന്റിറ്റി സ്ട്രെങ്ത് ആണ്. നിങ്ങൾ പുലർച്ചെ ഉണരാൻ ശ്രമിക്കുന്ന ഒരാളല്ല, മറിച്ച് പുലർച്ചെ ഉണരുന്ന ഒരു വ്യക്തിയായി തന്നെ മാറുകയാണ്. ബോണസ് സീക്രട്ട്: റെഡ്യൂസ് ഡിസിഷൻ ഫെറ്റീഗ്. രാവിലെ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങളാണ് പലരെയും എഴുന്നേൽക്കുന്നതിൽ നിന്ന് തടയുന്നത്. അതുകൊണ്ട് തലേദിവസം രാത്രി തന്നെ വസ്ത്രങ്ങൾ തയ്യാറാക്കി വയ്ക്കുക, ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. രാവിലെ എടുക്കേണ്ട തീരുമാനങ്ങൾ രാത്രി തന്നെ എടുത്തുവെച്ചാൽ പ്രഭാതം എളുപ്പമാകും. ഈ 6 രഹസ്യങ്ങൾ വെറും 7 ദിവസം പരീക്ഷിക്കൂ. നിങ്ങളുടെ ശരീരം ഓട്ടോമാറ്റിക്കായി ഉണരാൻ തുടങ്ങും. പുലർച്ചെയുള്ള സമയങ്ങൾ ക്ലാരിറ്റി, ഡിസിപ്ലിൻ, പീസ് എന്നിവയ്ക്കുള്ളതാണ്. നിങ്ങൾക്കൊരു ഫുൾ ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.